അച്ഛൻ എന്നും ഇങ്ങനെയാ? വൈകുവോ? ആ, ചില ദിവസം വന്നില്ലാന്നും വരും. കൂടുതലകത്ത് ചെന്നാ പിന്നെ എത്ര അടുത്ത് കിടന്നൊന്നും വരും. ഈ അടുത്ത ഇത്രയും കൂടിയതല്ലേ? അർബൻ ബാങ്കിൽ നിന്ന് നോട്ടീസ് 3 തവണ വന്നിരുന്നു. ഇനി ജപ്തി ചെയ്ത് ഒഴിപ്പിക്കുന്നൊക്കെ മാനാട്ടക്കിടാവ് പറയണ കേട്ടു. അച്ഛൻ ഇനി കടം ചോദിക്കാനായി ബാക്കി ഏഴിലക്കരയിലെ ശിവനും മുണ്ടയ്ക്കലെ ഭഗവതി മാത്രമേ ഉള്ളൂ. കൊളപ്പുറത്തുകാരെ സഹായിക്കില്ല അല്ലേ? നല്ല കഥയെ. ബന്ധുക്കളാന്ന് പറഞ്ഞിട്ട് എന്താ ഭാനുവച്ചി? ഇത്ര നാറികള് ഈ ദേശത്തില്ല. രണ്ടും കണക്കാ. ലീലയെടുത്തിയും വാസുവേട്ടനും. അയാളുടെ ചില നോട്ടവും മൂളലൊക്കെ കാണുമ്പോ ചൂലെടുക്കാൻ തോന്നും. പറയുമ്പോ അമ്മയുടെ ബന്ധത്തിൽ ആകെ ഉള്ളത് അവര് മാത്ര. വരുന്ന വഴിക്ക് കണ്ടിരുന്നു. മുണ്ടയ്ക്കലെ കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരാവും. സുഭദ്രാമ്മയുടെ ഇപ്പോഴത്തെ ആളാ. നിനക്ക് സകല ന്യൂസും കിട്ടുന്നുണ്ടല്ലോടി. കൊളക്കടവിലെ ന്യൂസ് സർവീസ് എന്നാ. ഇതെന്താ എന്റെ അപ്പനെ? ഈ മുഖം ഒന്ന് തെളിഞ്ഞു കാണാൻ ഞാൻ ചെയ്യേണ്ടത്? നീലകണ്ഠൻ, എനിക്കങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. ഇതങ്ങ് അവസാനിപ്പിച്ചൂടെ? പുണ്ണിക്കുത്തി വലുതാക്കിയ പിന്നെ അവിടം വെച്ച് മുറിച്ചു കളയും. ഞാൻ അതിനും മടിക്കില്ല. ഒട്ടും മോശമല്ല നീലകണ്ഠനും, അറിയാലോ. അവന്റെ കഴിവ് മറ്റാരേക്കാളും കൂടുതൽ നിനക്കല്ലേ അറിയാ. എടീ, പുഴുത്ത പട്ടിയെ പോലെ ആട്ടി പായിച്ചപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഓർമ്മ വേണം അത്. ഒന്നും മറന്നിട്ടില്ല. പക്ഷേ ഞാനൊരുത്തി കാരണമല്ലേ നീലന്റെ അമ്മ വീട് വിട്ടിറങ്ങിപ്പോയത്? വേണ്ട, കൂടുതൽ പുറകോട്ട് പോകണ്ട. അല്ലെങ്കിലും നിനക്ക് ഇപ്പോഴും കൂടെ അവനോടാണെന്ന് എനിക്കറിയാം. ഇതപ്പം നന്നായത്. അപ്പോഴേക്കും പിണങ്ങിയോ? നീ കണ്ടോടി, ചിലതൊക്കെ അടുത്തു തന്നെ നടക്കും. അയ്യോ, എന്താണ്? കൃഷ്ണ, ബാബു, ഓടി വാടാ, ഓടി വാ. ബാബു, കൃഷ്ണ, ഓടി വാ. എന്നെ കൊണ്ടിട്ടാ. ഭാനുവച്ചി, എന്താ? ആരെയും തല്ലണേ? കുഞ്ഞീഷ്ണൻ നമ്പ്യാരും ആൾക്കാരുവാ. ഇവിടെങ്ങും കണ്ടിട്ടുള്ള ആളല്ല തല്ലുകൊള്ളണത്. പറയടാ നായിന്റെ മോനെ, ആരാണ് അതിനെ അയച്ചത്? ഇനിനെ തല്ലരുത്, തല്ലരുത്, കൊന്നോളാം ഞാൻ. വേണ്ട മോളെ, മോള് വാ. വേണ്ട മോളെ, നമ്മളൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. മരിച്ചു എന്ന് ഉറപ്പാണോ? ആരെങ്കിലും ഒന്ന് വാ തുറക്കാൻ. 2-3 കുത്തുണ്ട്. ഇപ്പൊ തീർന്നിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിരുന്നതല്ലേ തന്നോട് അബദ്ധം കാണിക്കരുതെന്ന്. നിവർത്തിയില്ലഞ്ഞിട്ടാ. കുത്തിയില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നന്. നീലകണ്ഠൻ തല്ലിയിട്ടുണ്ട്. വെളിച്ചത്തില് നേർക്ക് നേരെ നിന്നിട്ട്. ഇരുട്ടടി അടിക്കാൻ ആളെ വിടേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇത് നിങ്ങൾ 4 എരപ്പന്മാരുടെ വാക്ക് കേട്ടതിന്റെ ഫലമാ. മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ തെമ്മാടിയാണെന്നുള്ള നേരാ ഇപ്പൊ കൊലപാതകയാക്കി. രാത്രിയും പകലും കൂടെ നടക്കണം 4 ചേർന്ന്. നീല, നടക്കേണ്ടത് നടന്നു. ഇനി വൈകാതെ ഇവനെ എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ നോക്ക്. അതാ ബുദ്ധി.
ആള് തെക്കനാന്നാ കേൾവി. സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ളൂ അത്രേ. ഇനിയിപ്പൊ അകത്തായാൽ തന്നെ കൂടിയ 2-2.5 കൊല്ലം. ഇവർക്കൊക്കെ വലിയ പിടിപാട് കാണില്ലേ മോളില്. പോലീസ് വടക്കോട്ടും തെക്കോട്ടും പറക്കണുണ്ട്. എങ്ങനെ പറഞ്ഞിട്ട് എന്താ രാവുണ്യാരെ? നീലകണ്ഠൻ പൈസ വാരി എറിയല്ലേ? സ്വന്തം അമ്മാവനെ കൊന്ന സ്ഥിതിക്ക് ശേഖരൻ കയ്യും കെട്ടിയിരിക്കും തോന്നുന്നുണ്ടോ നിങ്ങക്ക്? എന്നെ പിടിക്കരുത്. എന്റെ അമ്മാവനെ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു മിസ്റ്റർ ശേഖരൻ. പാലക്കാട്ടുകാരൻ ഒരു രാഘവനെയാണ് സംശയം. അമ്മാവനുമായിട്ടുള്ള എന്തോ പൂർവ്വ വൈരാഗ്യം. ആളെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ശേഖരൻ ഒന്ന് സ്റ്റേഷൻ വരെ വരണം, ചില ഡീറ്റെയിൽസ് കിട്ടാൻ. ഞാൻ വരട്ടെ. എന്നാ നീലകണ്ഠൻ പറഞ്ഞ പോലെ. നീലകണ്ഠ, ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട. തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്. ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല. ഓർമ്മ വെച്ചോ. ദാച്ചാ, അതാണ് വീട്. വലിയ ഉപകാരം. ആരാ മോളേത്? അറിയില്ല, ഇങ്ങോട്ട് തന്നെയാ. ഷോ, പണിക്കർ സാറ്. ആരാര്? അച്ഛാ, വലിയ പ്രസിദ്ധനായ ഡാൻസറാ, ഡൽഹിയിലുള്ള. ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ ഈശ്വര. ഭാനുമതി ഉവ്വ്. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ആ. പണിക്കർ സാറാണെന്ന് കണ്ടപ്പോഴേ ഞാൻ ഇവളോട്, അല്ല ഇവൾ എന്നോട് പറഞ്ഞു വരാ. തൊന്നെടുത്തോളൂട്ടെ. കലാമണ്ഡലം വരെ വരേണ്ട കാര്യമുണ്ടായിരുന്നു. വൈകുന്നേരം കൊച്ചിയിൽ എത്തണ്ടതാ. അപ്പോ ഞാൻ ഇത്തിരി ധൃതി കാണിച്ചാ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വന്നത് ഭാനുമതിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാ. ഷൺമുഖംപിള്ള ഗുരു അടുത്ത സ്നേഹിതനാ. ഞാൻ ഡൽഹിയിൽ ഒരു വിദ്യാലയം തുടങ്ങാൻ പോകുന്നു. അമേരിക്കയില് ഫോർട്ട് ഫൗണ്ടേഷന്റെ ഗ്രാൻഡില. ഭാനുമതിയെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. അവിടെ ക്ലാസ് എടുക്കാം. പിന്നെ ഒരു വഴിക്ക് പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോവാ. പിന്നെ പ്രോഗ്രാംസും. എന്താ എന്താ മോളെ? പണിക്കർ സാർ വലിയൊരു കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ഇതുപോലുള്ള ടാലൻസിനെയാണ് അവിടെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, വെറും ഒരു അധ്യാപികയായിട്ടല്ല, സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുള്ള സൗകര്യം ഭാനുമതിക്ക് അവിടെ ഉണ്ടാവും. ഞാൻ ഇറങ്ങാണ്. ബന്ധപ്പെടാം. ചായ കുടിക്കാൻ ചായയോ ഇളനീരോ? ഒന്നും വേണ്ട. ഭാഗ്യം ചെയ്ത അച്ഛനാ. മോളുടെ കഴിവുകൾ ലോകം കാണാനിരിക്കുന്നതേ ഉള്ളൂ. വരട്ടെ. ഒന്ന് റോട്ടിലിറക്കി ഒരു ചുറ്റണ്ടേ? ആ പൂതി നീ മനസ്സിൽ വെച്ചാ മതി. ഇത് മംഗലശ്ശേരി മാധവമേനോന്റെ കാറാ. ഇത് കയറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ. ലണ്ടനിൽ നിന്ന് കപ്പൽ കയറി വന്നവനല്ലേ യോഗ്യൻ. ഒന്ന് കാണണം പറഞ്ഞു വന്നതാ. നീലിന് മനസ്സിലായില്ലേ? വീരാൻകുട്ടി, നമ്മുടെ മസ്കറ്റിലുള്ള. എന്താ വിശേഷിച്ച്? ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത്. ഓരോ തിരക്ക് കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല. സിഗരറ്റ് ഇല്ല, ബീഡിയാ ഇഷ്ടം. അത് വല്ലപ്പോഴും. വന്ന കാര്യം പറഞ്ഞില്ലേ? അത് നിങ്ങൾ ആ മേലെടുത്ത പറമ്പ് എനിക്ക് തരണം. തനിക്ക് തരണം എന്ന് പറഞ്ഞാ മനസ്സിലായില്ല. അല്ല, കൊടുക്കുന്നെങ്കിൽ മറ്റാര് തരുന്നേക്കാൾ 1000 രൂപ കൂടുതൽ ഞാൻ തരാം. എടോ, മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന്
വസ്തു വിൽക്കുന്നോന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? നിന്റെ വാപ്പ അന്തർവാപ്പിള ഈ പടിപ്പുരക്ക് ഇപ്പുറം കാല് കുത്തിയിട്ടില്ല. പുഴക്കര പറമ്പിൽ നിന്ന് അയാളെ തേങ്ങ മോഷിച്ചപ്പം ദേ കാണുന്ന പുളിയമ്മാവിന്റെ വേല ഇവിടുത്തെ പണിക്കാരെ പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത്. നിനക്ക് ഓർമ്മയിലേക്ക് പോയി ചോദിക്കേ, ജീവനോടുണ്ടല്ലോ ഇപ്പോഴും. ഏതോ നാട്ടിൽ പോയി 4 പുത്തനുണ്ടാക്കിയതിന്റെ നെഹളിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കാ. പോവാൻ എടാ, നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം നീലാണ്ട ഈ കൈ കൂടെ പറഞ്ഞിട്ടുണ്ട്. 1000 റുപ്യ കൂടുതലാരാന്ന്. എന്താണോ നിന്റെ സുഖം? ഞാൻ അപ്പളേ പറഞ്ഞത് അയാളോട് ഇത് ശരിയാവില്ല. അയാളോട് എന്തിനാ ചാടി കയറണത്? കഷ്ണവും മുറിയായിട്ട് വിൽക്കണത് കയറിട്ട് വന്നതാവും. വിൽക്കും, ഇനിയും വിൽക്കും. നീലിനെ തോന്നിയ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത്. അത് വാങ്ങിക്കുന്നതിന് വേണം ഒരു യോഗ്യത. മനസ്സിലായോ? കോന്തം വാരിരെ. വേണ്ട, കേറി അശുദ്ധാക്കണ്ട. അതെന്താ പറയുന്നത്? ശ്രീകോവിലൊന്നല്ലോ. അതെ, ശ്രീകോവില് തന്നെയാ, കലയുടെ ശ്രീകോവില്. കള്ളഷാപ്പ് നിരങ്ങിയവർക്ക് അതൊന്നും മനസ്സിലാവില്ല. ഒരു നല്ല ദിവസം നോക്കി ഒരു വിശേഷ കലാപരിപാടിയോട് കൂടി അങ്ങ് തുടക്കം കുറിക്കാം. എന്താ അഭിപ്രായം? കേശാത്തിനെ കൊണ്ടുവന്നാലോ? അങ്ങോട്ട് ചെല്ല്. നടക്കണ കാര്യം വല്ലുണ്ടെങ്കിൽ പറയടോ. അല്ലെങ്കിൽ ഈ ഡാൻസ് ആയാലോ? മനസ്സിലിപ്പോ പിടികിട്ടി. ഇയാളുടെ ഒരു ചുറ്റുകളി പാർട്ടി ഉണ്ടല്ലോ, ആ പല്ലു പൊങ്ങിയ ഒരു ജന്തു. സരസമ്മ. ആ, സരസമ്മ ടീച്ചർ. അതിനെ വിളിക്കാതെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഉരുളണ്ട. എടോ, ഈ ഡാൻസ് എന്ന് പറയുമ്പോ ഈ അസത്ത് പെണ്ണുങ്ങളുടെ ചന്തി ഇളക്കിയിട്ടുള്ള കളിയല്ല. നല്ല ക്ലാസിക്കൽ നൃത്തം. അതിനിപ്പോ എവിടെയും പോണ്ട. വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു കുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട്. വാര്യര് പറയണത് നമ്മുടെ മാമ്പറ്റ അപ്പുമാഷ്ട മോളുടെ കാര്യ. ഉവ്, ഞാൻ ഇന്നലെ ശിവന്റെ അമ്പലത്തിലെ ഒരു നോട്ടം കണ്ടു. നല്ല അസല് മുഖശ്രീയുള്ള കുട്ടി. നീല, അത് അങ്ങോട്ട് ഉറപ്പിക്ക്. നടരാജമൂർത്തിക്ക് സന്തോഷാവാൻ. ശരി ശരി. ആരാച്ചാ അവരെ പോയി കണ്ട് സംസാരിക്കേ. ഇവിടെയെങ്കിലും വഴി ചോദിക്കാൻ ഒരാളെയും കാണുന്നില്ലല്ലോ. അതിന് മുൻകൂട്ടി ആരെയും ഏർപ്പാട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം. ആ, അതെന്താ അത്? ഒരാളാ മൂത്രമൊഴിക്കാന്നാ തോന്നുന്നേ. മലർന്നു കിടന്നിട്ടോ? കഷ്ടം. പിടിച്ചെണീപ്പിച്ച് ചോദിച്ചാലോ? വാ. ആരാ പിടിക്കുന്നില്ല. ഒരു കാര്യം ചോദിക്കാനാ. ഈ മാമ്പറ്റ അപ്പുമാഷ വീടേതാ? അപ്പുമാഷെന്ന് പറഞ്ഞത് ഞാൻ തന്നെ. വീടാ ഞാനും നോക്കണേ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. കാലെടുത്ത് മൂപ്പര് ഇച്ചിരി ഓവറായി പോയി. കുഴപ്പമൊന്നുമില്ല, മോരിന്റെ ഒത്തിരി കലക്കി കൊടുത്താളി. ശാരദേ, പിടിക്കണ്ട പിടിക്കണ്ട, കുറച്ചൊന്ന് കിടക്കണം. അപ്പൊ എല്ലാം ശരിയാവും. ഓ, ഞാൻ എന്റെ കുട്ടിക്ക് ഇത്തിരി എള്ളുണ്ട വാങ്ങിയിരുന്നു. ആ പൊതി എവിടെ പോയി? എന്റെ മോക്കേ ഭാനുവിന് വാ അച്ഛാ. അവക്ക് എള്ളുണ്ടാന്ന് പറഞ്ഞാൽ എന്ത് കൊതിയാന്നറിയോ? ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ? മംഗലശ്ശേരി എന്നാ നീലനൊരു കാര്യം പറഞ്ഞു അയച്ചിട്ടുണ്ടായിരുന്നേ. ആശാനുമായിട്ടൊന്ന് ആലോചിക്കാന്ന് കരുതി വന്നതാ. അതിപ്പോ കണ്ടീഷൻ മോശമായല്ലോ. നിങ്ങളൊരു പരിപാടി ബുക്ക് ചെയ്യാനാ 7 ലക്കര അമ്പലത്തിലെ. നിങ്ങൾ കാര്യവരോട് പറഞ്ഞു കൊടുക്കൂർപ്പേ. കുട്ടി എഴുന്നേൽക്കൂ. എഴുന്നേൽക്കാൻ. എന്നിട്ട് 3 പേരും പടി ഇറങ്ങി. അതെ, കുട്ടി സൂക്ഷിച്ച് സംസാരിക്കൂട്ടോ. എന്റെ നിയന്ത്രണം തെറ്റിയാല് പിന്നെ ചൂലെടുത്തായിരിക്കും ബാക്കി പറച്ചില്. മംഗലശ്ശേരി നീലകണ്ഠൻ പറഞ്ഞയച്ചവരോട് മര്യാദ വിട്ട് സംസാരിക്കരുത്. അത് മൂപ്പർക്ക് കുറച്ചിലുണ്ടാക്കും. നീലകണ്ഠനോ സാക്ഷാൽ പരമശിവനോ ആരുടെ ആളായാലും പടിക്ക് പുറത്തിറങ്ങിക്കൊള്ളണം. മാമ്പറ്റ ഭാനുവ പറയുന്നത്. ഭാനുച്ചി, മോളകത്ത് പോ. ഓരോ പേരും പറഞ്ഞ് കുടിപ്പിച്ച് നിങ്ങളൊക്കെ കൂടെ ഞങ്ങളുടെ അച്ഛനെ കൊല്ലുമല്ലേ? എന്ത് തെറ്റാ ഞങ്ങൾ 2 പെൺകുട്ടികളും നിങ്ങളോടൊക്കെ ചെയ്തത്?